ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് 6ാം ക്ലാസ്സിലെ പാഠപുസ്തകമായ ബേസിക് സയൻസിൽ 6ാമത്തെ ചാപ്റ്ററാണ് ഒന്നിച്ച് നിൽക്കാം. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത് നോക്കിക്കേ. കുളത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന എനിക്ക് ഈ ചില്ലുകൂട്ടിൽ കഷ്ടപ്പെട്ട് കഴിയേണ്ട ഗതി വന്നല്ലോ. അപ്പോൾ ചില്ലുകൂട്ടിൽ കിടക്കുന്ന മത്സ്യം പറയുന്നൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. നമുക്കാണെങ്കിലും ഒരു റൂമിൽ തന്നെ കഴിയാൻ കഴിയുമോ? ഇല്ല, നമുക്ക് സ്വതന്ത്രമായിട്ട് നടക്കാനും ജീവിക്കാനുമാണ് ഇഷ്ടം അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് മത്സ്യങ്ങൾക്കും. അവയ്ക്ക് കുളത്തിലോ പുഴയിലോ ഒക്കെ കഴിയാനാണ് ഇഷ്ടം. മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ സഹായകമായ എന്തൊക്കെ ഘടകങ്ങളാണ് കുളത്തിലുള്ളതെന്ന് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെയാണ്? ജലസസ്യങ്ങൾ ഉണ്ട്, അതുപോലെ തന്നെ വെള്ളം, വായു, മണ്ണ്, സൂര്യപ്രകാശം, ചെറുജീവികൾ. ഇവയൊക്കെ എന്താണ്? മത്സ്യങ്ങൾക്ക് കുളത്തിൽ ജീവിക്കാനുള്ള ഘടകങ്ങളാണ്. ഓക്കെ, ഇവിടെ നോക്കിക്ക്. ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട്. ആ ചിത്രത്തിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ജീവികളെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? ഇവിടെ ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണ്? എത്ര ജീവികളാണ് ഇവിടെ ഒരുമിച്ച് കഴിയുന്നത്? ശരിയല്ലേ? ഒരുപാട് ജീവികൾ ഇവിടെ ഒരുമിച്ച് കഴിയുന്നുണ്ട്. നോക്കിക്കേ, ജീവികൾ മാത്രമാണോ ഇവിടെ ഉള്ളത്? ജീവികൾ മാത്രമാണോ ഉള്ളത്? ജീവികൾ മാത്രമല്ല അല്ലേ? ഇവിടെ മരങ്ങളും അതുപോലെ തന്നെ എന്തോ ഉണ്ട്, പൂക്കളുണ്ട്, പിന്നെ ചെറിയ ചെറിയ സസ്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നോക്കിക്കേ, എല്ലാ ജീവികളും ആശ്രയിക്കുന്ന ജീവീയ അജീവീയ ഘടകങ്ങൾ ഒന്ന് തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജീവീയ അജീവീയ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ളതും ജീവനില്ലാത്തതും. ഇവിടെ പറയുന്നത് എന്താ നോക്കിക്കേ. കൊക്ക് അതിൻ്റെ നിലനിൽപ്പിന് ഏതെല്ലാം ജീവീയവും അജീവീയവുമായ ഘടകങ്ങളെ ആശ്രയിക്കുന്നു? കൊക്ക് അതിൻ്റെ നിലനിൽപ്പിന് ഏതെല്ലാം ജീവീയവും അജീവീയവുമായ ഘടകങ്ങളെ ആശ്രയിക്കുന്നു എന്ന് ചോദിച്ചേക്കുന്നത്. കൊക്ക് ജീവനുള്ള എന്തിനെയൊക്കെ ആശ്രയിക്കുന്നുണ്ട്? ചെറുമീനുകള്, അതുപോലെ തന്നെ പ്രാണികളെയൊക്കെ കൊക്ക് കഴിക്കുന്നുണ്ട് അല്ലേ? അജീവി എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത എന്തൊക്കെ ഘടകങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട്? വായു ഉണ്ട്, വെള്ളമുണ്ട്, മണ്ണുണ്ട്, പ്രകാശമുണ്ട്. ശരിയല്ലേ? ഓക്കെ. ജീവികൾ ആഹാരത്തിനും മറ്റുമായി ആശ്രയിക്കുന്ന ജീവീയ അജീവീയ ഘടകങ്ങൾ അവരുടെ സ്ഥലത്ത് ലഭ്യമാകുന്നത് കൊണ്ടാണ് ജീവികൾക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. എന്താ പറയുന്നത്? ജീവികൾ ആഹാരത്തിനും മറ്റുമായി ആശ്രയിക്കുന്ന ജീവീയ അജീവീയ ഘടകങ്ങൾ അവരുടെ സ്ഥലത്ത് ലഭ്യമാകുന്നത് കൊണ്ടാണ് ജീവികൾക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. ഇതില്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയുമോ? അവർക്ക് കഴിക്കാൻ ആഹാരം ഇല്ല, അതുപോലെ തന്നെ ജീവിക്കാനുള്ള ചുറ്റുപാടല്ല എങ്കിൽ അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയുമോ? ഇല്ല. നമുക്കറിയാം, ജീവനുള്ള ജീവികള് എന്താണ്? ജീവിയും അജീവിയുമായിട്ടുള്ള ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ കണ്ടായിരുന്നു. എന്താണ്? കൊക്ക് ജീവനുള്ള ഘടകങ്ങളെയും ജീവനില്ലാത്ത ഘടകങ്ങളെയും ആശ്രയിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണ് ഓരോ ജീവികളും എന്താണ്? ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഓരോ ജീവിക്കും അവയുടെ നിലനിൽപ്പിന് ഒട്ടേറെ ജീവീയവും അജീവിയുമായ ഘടകങ്ങൾ ആവശ്യമാണ്. ശരിയാണല്ലോ? ഇനി നോക്കിക്കേ, ആവാസവ്യവസ്ഥ എന്താണെന്ന്. എക്കോസിസ്റ്റം. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് എന്ത് പറയുന്നത്? പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. എന്താണ്? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ, ആർട്ടിഫിഷ്യൽ അല്ല, പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. ആവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. ഓക്കെ, നമ്മുടെ പ്രദേശത്ത് എന്താണ്? വിവിധ തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കണ്ടോ? വയലും പുഴകളും കാടും അതുപോലെ തന്നെ പൂന്തോട്ടവും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇവയെല്ലാം എന്താണ്? ആവാസ വ്യവസ്ഥയിൽ പെടുന്നതാണ്. അമ്മുവിന്റെ നിരീക്ഷണക്കുറിപ്പിൽ നിന്ന് നമുക്കിത് നോക്കാം എന്താ പറയുന്നതെന്നേ. ഉച്ചനേരമായതിനാൽ കുളത്തിന്റെ അടിത്തട്ട് വരെ തെളിഞ്ഞു കാണാമായിരുന്നു. വിവിധതരം മത്സ്യങ്ങൾ വെള്ളത്തിലൂടെ നീന്തുന്നത് ഞങ്ങൾ കൗതുകത്തോടെ നോക്കി നിന്നു. ചില മത്സ്യങ്ങൾ ജലത്തിലെ ചെറു സസ്യങ്ങളെയാണ് ആഹാരമാക്കുന്നത്. അപ്പോൾ ചില മത്സ്യങ്ങൾ എന്താ കഴിക്കുന്നത്? ജലത്തിലെ ചെറു സസ്യങ്ങളെയാണ് കഴിക്കുന്നത്.
പിന്നെന്താ പറയുന്നത്? അതിനിടയിലാണ് ഒരു പുൽച്ചാടി വെള്ളത്തിലേക്ക് വീണത്. ടപ്പ്. ഒരു വരാൽ മത്സ്യം കുളത്തിനടിയിൽ നിന്ന് ഉയർന്നു വന്ന് അതിനെ വിഴുങ്ങി. അപ്പോൾ ഒരു വരാൽ മത്സ്യം എന്തോ ചെയ്തു? പുൽച്ചാടിയെ ആഹാരമാക്കി അല്ലേ? പിന്നെന്താ പറയുന്നത്? തിരിച്ച് വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് ഒരു കല്ലിനടിയിൽ പോയി ഒളിച്ചു. കുളത്തിന്റെ ഒരു വശത്തുള്ള പൊത്തിൽ നിന്ന് പുറത്തു വന്ന നീർക്കോലി എന്തിനെ കഴിക്കാൻ പോവാണ്? തവളയെ പിടിക്കാൻ പോവുകയാണ്. തവളയെ പിടിക്കുന്നത് കണ്ട ഞങ്ങളിൽ പലരും പേടിച്ചു പോയി. ഒരു കൂട്ടം ചെറുമീനുകൾ ഒന്നിച്ചു നീങ്ങുന്ന കാഴ്ച മനോഹരമായിരുന്നു. ഒരു വലിയ മീൻ അവയെ പിടിക്കാനായി നീന്തി അടുത്തതോടെ അവ കുളത്തിന്റെ മൂലയിലുള്ള പായലുകൾക്കിടയിൽ മറഞ്ഞു. ജലം, മണ്ണ്, കല്ല്, വായു, പായലുകൾ, ജലസസ്യങ്ങൾ, മത്സ്യങ്ങൾ, തവളകൾ, നീർക്കോലി തുടങ്ങിയ എത്രയെത്ര ഘടകങ്ങളാണ് കുളത്തിലുള്ളത്. കണ്ടോ? കുളത്തിൽ എന്തൊക്കെയുണ്ട്? ജലമുണ്ട്, മണ്ണ്, കല്ല്, വായു, പായലുകൾ, ജലസസ്യങ്ങൾ, മത്സ്യങ്ങൾ, തവളകൾ, നീർക്കോലി തുടങ്ങിയ അനേകം സാധനങ്ങൾ എവിടെയുണ്ട്? കുളത്തിലുണ്ട് അല്ലേ? ഇവയെ കൂടാതെ ഇനിയും ഘടകങ്ങൾ എവിടെയുണ്ട്? കുളത്തിൽ ഉണ്ട്. കുളം കാണാൻ ടീച്ചർ ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ അവിടെ കാണാനും മനസ്സിലാക്കാനും ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അമ്മുവിൻ്റെ നിരീക്ഷണക്കുറിപ്പിൽ നിന്നുള്ള കാര്യമാണ്. നമുക്കിതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു? ചില മത്സ്യങ്ങൾ സസ്യത്തെ ആഹാരമാക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? വരാൽ വന്ന് എന്തിനെ കഴിച്ചു? പുൽച്ചാടിയെ കഴിച്ചു. തവളയെ കഴിക്കാൻ ആര് വന്നു? നീർക്കോലി വന്നു. പിന്നെ ചെറു മത്സ്യങ്ങളെ കഴിക്കാൻ വലിയ മീനുകളുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ അത്രയും കാര്യങ്ങൾ കണ്ടു. പിന്നീട് കുളത്തിൽ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും കണ്ടു. ആഹാരത്തിനായി നീർക്കോലി തവളയെ പിടിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറിപ്പിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നീർക്കോലി തവളയെ ആഹാരമാക്കുന്നു. തവള എന്തിനെല്ലാമാണ് ആഹാരമാക്കുന്നത്? തവള ചെറിയ പ്രാണികളെ, പുൽച്ചാടി, കൊതുക് അല്ലെങ്കിൽ പായലുകളൊക്കെ തവള കഴിക്കാറുണ്ട്. നോക്കിക്കേ, പുൽച്ചാടിക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? പുൽച്ചാടിക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? സസ്യത്തിൽ നിന്നാണ് ആഹാരം ലഭിക്കുന്നത് അല്ലേ? നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രീകരണം കാണിച്ചിട്ടുണ്ട്. ആഹരിക്കപ്പെടുന്നതിന്റെ ക്രമത്തിലാണ് ചിത്രീകരണം. നോക്കിക്കേ, കണ്ടോ? സസ്യങ്ങള് പുൽച്ചാടി ആഹാരമാക്കുന്നു. പുൽച്ചാടിയെ തവള ആഹാരമാക്കുന്നു. തവളയെ ആരാഹാരമാക്കുന്നു? നീർക്കോലി ആഹാരമാക്കുന്നു. കണ്ടോ? അങ്ങനെയാണെങ്കിൽ നീർക്കോലിയെ തിന്നുന്ന ജീവികളും കാണില്ലേ? നമുക്ക് നോക്കാം. നോക്കിക്കേ, ഈ ഒരു ചിത്രത്തില് വിവിധ ജീവികളെയും അതുപോലെ തന്നെ സസ്യമൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ? നമുക്ക് ഇതിൽ നിന്ന് ഭക്ഷ്യശൃംഖല നോക്കാം. പുല്ല് മാൻ കഴിക്കുന്നു. മാനിനെ ആര് ഭക്ഷണമാക്കുന്നു? സിംഹം ഭക്ഷണമാക്കുന്നു. അടുത്ത് നോക്കിക്കേ, പുൽച്ചാടി എന്ത് കഴിക്കുന്നു? സസ്യം കഴിക്കുന്നു. പുൽച്ചാടി ആര് കഴിക്കുന്നു? തവള കഴിക്കുന്നു. തവളയെ ആര് കഴിക്കുന്നു? പാമ്പ് കഴിക്കുന്നു. സസ്യം പുഴു കഴിക്കുന്നു. പുഴുവിനെ കോഴി കഴിക്കുന്നു. കോഴിയെ കുറുക്കൻ കഴിക്കുന്നു. പിന്നെ നോക്കിക്കേ, സസ്യം പുൽച്ചാടി കഴിക്കുന്നു അല്ലെങ്കിൽ പുഴു കഴിക്കുന്നു. അതിനെ കോഴി കഴിക്കുന്നു. കോഴി ആര് കഴിക്കുന്നു? കുറുക്കൻ കഴിക്കുന്നു. ഓക്കെ, വേറെ ഒരെണ്ണം നമുക്ക് നോക്കാം. പുൽച്ചാടി കോഴിയെ കഴിക്കുന്നു. കോഴിയെ കുറുക്കൻ കഴിക്കുന്നു. കുറുക്കനെ സിംഹമോ അല്ലെങ്കിൽ കടുവയോ കഴിക്കുന്നു. വേറെ നോക്കിക്കേ, പുല്ല് മാൻ കഴിക്കുന്നു. മാനിനെ കടുവ കഴിക്കുന്നു. ഓക്കെ, പിന്നെന്താണ്? റാബിറ്റ് പുല്ല് കഴിക്കുന്നു. റാബിറ്റിനെ സിംഹം കഴിക്കുന്നു അല്ലെങ്കിൽ കടുവ കഴിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷ്യശൃംഖല കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടു, സസ്യം മാൻ കഴിക്കുന്നു. മാനിനെ ആര് കഴിക്കുന്നു? സിംഹം കഴിക്കുന്നു. അതുപോലെ തന്നെ സസ്യം പുൽച്ചാടി കഴിക്കുന്നു. പുൽച്ചാടിയെ കോഴി കഴിക്കുന്നു. കോഴിയെ കുറുക്കൻ കഴിക്കുന്നു. കുറുക്കനെ സിംഹം കഴിക്കുന്നു അല്ലെങ്കിൽ കടുവ കഴിക്കുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ ആഹാരബന്ധത്തെ എന്താണ് പറയുന്നത്? ഈ ആഹാര ബന്ധങ്ങളെയാണ് ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. ഭക്ഷ്യശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ
നമ്മൾ കണ്ടെത്തിയ ഭക്ഷ്യശൃംഖലകളുടെ ആദ്യത്തെ കണ്ണി ആരായിരുന്നു? നമ്മൾ സസ്യമാണ് ആദ്യത്തെ കണ്ണിയായിട്ട് പറയുന്നത് അല്ലേ? ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി എന്ന് പറയുന്നത് ആരാണ്? മാംസഭോജികളാണ് വരുന്നത് അല്ലേ? നമുക്ക് നോക്കാം. ഭക്ഷ്യശൃംഖലകളിലെ ആദ്യ കണ്ണി എപ്പോഴും ആരായിരിക്കും? ഹരിതസസ്യമായിരിക്കും. ഭക്ഷ്യശൃംഖലകളിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിതസസ്യമായിരിക്കും. അവസാന കണ്ണിയായി വരുന്നത് പൊതുവെ ആരാണ്? മാംസഭോജികളായിരിക്കും. ഇടയ്ക്കുള്ളവ സസ്യഭോജികളോ മിശ്രഭോജികളോ ആകാം. ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഭക്ഷ്യശൃംഖലകളിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിതസസ്യമായിരിക്കും. അവസാന കണ്ണി വരുന്നത് പൊതുവെ മാംസഭോജികളായിരിക്കും. ഇടയ്ക്കുള്ളവ സസ്യഭോജികളോ മിശ്രഭോജികളോ ആവാം. നോക്കിക്കേ, ഇവിടെ ആഹാരബന്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. ഈ ചിത്രം ഇവിടെ പുല്ല് കഴിക്കുന്നത് ആരൊക്കെയാണ്? മുയൽ കഴിക്കുന്നുണ്ട്, ആട് കഴിക്കുന്നുണ്ട്, പുഴു കഴിക്കുന്നുണ്ട്, പുൽച്ചാടി കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുല്ല് കഴിക്കുന്നത് ഇവിടെ ആരാണ്? മാനിനെയും കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. പുല്ല് കഴിക്കുന്നത് മുയല്. മുയലിനെ ആരൊക്കെ കഴിക്കുന്നുണ്ട്? നോക്കിക്കേ, മുയലിനെ സിംഹം കഴിക്കുന്നുണ്ട്, പുലി കഴിക്കുന്നുണ്ട്, മനുഷ്യൻ കഴിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇത് നോക്കിക്കേ, ആടിനെയും അതുപോലെ തന്നെ സിംഹം കഴിക്കുന്നു, പുലി കഴിക്കുന്നുണ്ട്, മനുഷ്യൻ കഴിക്കുന്നുണ്ട്. നമുക്കിനി നോക്കാം. പുല്ല് മാൻ കഴിക്കുന്നു. മാനിനെ ആര് ഭക്ഷണമാക്കുന്നു? സിംഹം ഭക്ഷണമാക്കുന്നു. അതുപോലെ തന്നെ പുലിയും ഭക്ഷണമാക്കുന്നു. അടുത്ത നോക്കിക്കേ, പുല്ല് പുഴു കഴിക്കുന്നു. പുഴുവിനെ കോഴി കഴിക്കുന്നു. കോഴിയെ മനുഷ്യൻ കഴിക്കുന്നു. അടുത്ത നോക്ക്, പുല്ല് പുഴു കഴിക്കുന്നു. പുഴുവിനെ തവള കഴിക്കുന്നു. തവളയെ പാമ്പ് കഴിക്കുന്നു. പാമ്പിനെ പരുന്ത് കഴിക്കുന്നു. അടുത്ത് നോക്കിക്കേ, പുല്ല് പുൽച്ചാടി കഴിക്കുന്നു. പുൽച്ചാടിയെ ഓന്ത് കഴിക്കുന്നു. ഓന്തിനെ കോഴി കഴിക്കുന്നു. കോഴിയെ മനുഷ്യൻ കഴിക്കുന്നു. കണ്ടോ? അപ്പോൾ എല്ലാം തമ്മിൽ എന്താണ്? ഒരു കണക്ഷൻ ഉണ്ടല്ലേ? നമുക്ക് നോക്കാം. നമ്മൾ ആ ഒരു ചാർട്ടില് പുൽച്ചാടിയെ തവള മാത്രമാണോ ആഹാരമാക്കുന്നതായിട്ട് കണ്ടത്? അല്ല. പുൽച്ചാടിയെ കോഴിയും ഓന്തും ഒക്കെ ആഹാരമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിംഹം ഏതെല്ലാം ജീവികളെ ആഹാരമാക്കുന്നുണ്ട്? സിംഹം, മാന്, മുയല്, പിന്നെന്താണ്, കുറുക്കൻ എന്നിവയെല്ലാം ആഹാരമാക്കുന്നുണ്ടല്ലേ? നോക്കിക്കേ, വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യശൃംഖലാജാലം, അതായത് ഫുഡ് വെബ്. എന്താ പറയുന്നേ? വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യശൃംഖലാജാലം. പ്രകൃതിയിൽ ഭക്ഷ്യശൃംഖലാജാലമാണുള്ളത്. പ്രകൃതിയിൽ ഭക്ഷ്യശൃംഖലാജാലമാണ് ഉള്ളത്. നോക്കിക്കേ, ഉൽപ്പാദിപ്പിക്കുന്നവരും ഉപയോഗിക്കുന്നവരും. നമ്മൾ പറഞ്ഞായിരുന്നു ഭക്ഷ്യശൃംഖലകളിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും ആരാണ്? ഹരിതസസ്യമാണ്. ഭക്ഷ്യശൃംഖലകളിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും ആരാണ്? ഹരിതസസ്യങ്ങളാണ്. എല്ലാ ജീവികളും പ്രത്യക്ഷമായോ പരോക്ഷമായോ ആഹാരത്തിന് ആരെയാണ് ആശ്രയിക്കുന്നത്? ഹരിതസസ്യത്തെയാണ് ആശ്രയിക്കുന്നത്. അതിനാൽ ഹരിതസസ്യങ്ങളെ എപ്പോഴും എന്താണ് പറയുന്നത്? ഉൽപാദകർ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഉൽപാദകർ. നോക്കിക്കേ, ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ അവ ഉൽപാദകർ എന്ന് അറിയപ്പെടുന്നു. ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ എന്താ പറയുന്നത്? ഉപഭോക്താക്കൾ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഉപഭോക്താക്കൾ എന്നാണ് ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്നവരെ പറയുന്നത്. ഓക്കെ, സിംഹവും പുലിയുമൊക്കെ ആഹാരത്തിന് സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ടോ? ഉണ്ടോ? അവര് സസ്യത്തെയല്ല കൂടുതലായിട്ടും ആശ്രയിക്കുന്നത്. അവര് എന്താണ്? ജീവികളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ആ ജീവികൾ കഴിക്കുന്നത് എന്താണ്? ആ ജീവികൾ കഴിക്കുന്നത് ചിലപ്പോൾ സസ്യവുമാകാം, അല്ലെങ്കിൽ മാംസവുമാകാം അല്ലേ? കുറുക്കനൊക്കെ എന്താണ്? മാംസമാണ് കഴിക്കുന്നത്. ആ സ്ഥാനത്ത് മാൻ എന്താണ് കഴിക്കുന്നത്? സസ്യമാണ് കഴിക്കുന്നത് അല്ലേ? അപ്പോൾ എല്ലാ ജീവികളും പ്രത്യക്ഷമായോ പരോക്ഷമായോ ആഹാരത്തിന് ഹരിതസസ്യങ്ങളെ ആശ്രയിക്കുന്നു. മണ്ണോട് ചേർക്കുന്നവർ. ഹരിതസസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാനും വളരാനും ചില പോഷക ഘടകങ്ങൾ ആവശ്യമില്ലേ? നമുക്ക് വളരാനും അതുപോലെ തന്നെ നമുക്ക് നല്ല ആരോഗ്യം കിട്ടാനും നമ്മൾ ആഹാരം കഴിക്കാറില്ലേ? നമ്മൾ നല്ല പോഷക ഘടകങ്ങൾ അടങ്ങിയ ആഹാരം കഴിക്കാറുണ്ടല്ലേ? അപ്പോൾ സസ്യങ്ങൾക്കും അതുപോലെ തന്നെ ആഹാരം നിർമ്മിക്കാനും വളരാനും എന്തോ വേണം? പോഷക ഘടകങ്ങൾ വേണം. ഈ പോഷക ഘടകങ്ങൾ സസ്യങ്ങൾ എവിടെ നിന്നാണ് വലിച്ചെടുക്കുന്നത്? മണ്ണിൽ നിന്നാണ് നിരന്തരം വലിച്ചെടുക്കുന്നത്.
എന്നിട്ടും പോഷക ഘടകങ്ങൾ മണ്ണിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കേ. സസ്യങ്ങളും ജന്തുക്കളും നശിക്കുമ്പോൾ അവയുടെ ശരീരഭാഗങ്ങൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിക്കേ. വിഘാടകർ, ഡീകമ്പോസേഴ്സ്. വിഘാടകർ എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ. മൃതാവശിഷ്ടങ്ങളെ ജീർണിപ്പിച്ച് വിഘടിപ്പിക്കുന്ന ജീവികളാണ് വിഘാടകർ. എന്താ പറയുന്നത്? മൃതാവശിഷ്ടങ്ങളെ ജീർണിപ്പിച്ച് വിഘടിപ്പിക്കുന്ന ജീവികളാണ് വിഘാടകർ. ഇവ പരപോഷികളാണ്. ജൈവരാസ പ്രവർത്തനത്തിലൂടെ മറ്റു ജീവികളുടെ കോശങ്ങളെ വിഘടിപ്പിക്കാൻ ഇവർക്ക് കഴിയും. വിഘാടനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആരാണ്? ബാക്ടീരിയകളാണ്. മണ്ണിലും ജലത്തിലും വായുവിലും ഇവ ഉണ്ട്. 1 ഗ്രാം മണ്ണിൽ 1 ബില്യൺ മുതൽ 2 ബില്യൺ വരെ ബാക്ടീരിയകൾ ഉണ്ട്. മറ്റൊരു പ്രധാന വിഘാടകരാണ് ഫംഗസുകൾ. ഇവ ജൈവവസ്തുക്കളെ എൻസൈമുകൾ ഉപയോഗിച്ച് വിഘടിപ്പിക്കുകയും അവയിൽ നിന്ന് പോഷണം നടത്തുകയും ചെയ്യുന്നു. ജൈവവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മ ജീവികളാണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ബാക്ടീരിയയുടെയും ഫംഗസിന്റെയും ചിത്രം. ഇവയെ എങ്ങനെ അറിയപ്പെടുന്നത്? വിഘാടകർ എന്നാണ് അറിയപ്പെടുന്നത്. വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവ അവശിഷ്ടങ്ങൾ വിഘടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭ്യമാകുന്നു. അപ്പോൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് എങ്ങനെയാണ് പോഷക ഘടകങ്ങൾ കിട്ടുന്നതെന്ന് മനസ്സിലായില്ലേ? ഇവിടെ നോക്കിക്കേ, ഒരു ചാർട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഉൽപാദകര്. ഇപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, ഉൽപാദകർ എന്ന് പറയുന്ന ആരാണ്? സസ്യമാണ് അല്ലേ? സസ്യത്തെ ഉപഭോക്താക്കള് ആഹാരം ആക്കുന്നു. ഉപഭോക്താക്കള് മരിച്ചു പോകുമ്പോൾ എന്താകും? മൃതാവശിഷ്ടമാകും. അതിനെ വിഘാടകര് വിഘടിപ്പിച്ച് പോഷക ഘടകങ്ങളാക്കി വീണ്ടും എന്താകും? ഉൽപാദകര് അതിനെ ആഗിരണം ചെയ്ത് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഉൽപാദകരും എന്താകും? മൃതാവശിഷ്ടമാകും അല്ലേ? അവരെയും വിഘാടകരെ വിഘടിപ്പിച്ച് പോഷക ഘടകങ്ങളാക്കി ഉൽപാദകർ തന്നെ ആഗിരണം ചെയ്യുന്നു. ഓക്കെ, പ്രകൃതിയിൽ ഇടപെടുമ്പോൾ ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ, അജീവീയ ഘടകങ്ങൾ എന്നിവയെല്ലാം ഒരു ആവാസവ്യവസ്ഥയുടെ ഭാഗമാണ്. ഇവയിൽ ഏതെങ്കിലും ഒരു ഘടകത്തിനുണ്ടാവുന്ന മാറ്റം ആവാസവ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും? ദോഷകരമായിട്ട് ബാധിക്കും. മനുഷ്യന്റെ പല പ്രവർത്തനങ്ങളും ആവാസവ്യവസ്ഥയുടെ നാശത്തിന് കാരണമാവുന്നുണ്ട്. നോക്കിക്കേ, ഇവിടെ 2 ചിത്രം കാണിച്ചിട്ടുണ്ട്. ഒന്നെന്താണ്? കുന്നിടിക്കുന്നതും മറ്റേത് വയൽ നികത്തുന്നതുമാണ് അല്ലേ? ഈ 2 ചിത്രങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? കുന്നിടിക്കുന്നതും വയൽ നികത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആവാസവ്യവസ്ഥ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇന്ന് നിരവധി പ്രകൃതി പ്രക്ഷോഭങ്ങൾ നേരിടുകയാണ് അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ വയലുകൾ നികത്തുമ്പോൾ എന്താണ്? വയലിൽ കിടക്കേണ്ട വെള്ളമൊക്കെ പൊങ്ങും. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം പൊങ്ങുന്നുണ്ട്. പിന്നെ കുന്നിടിക്കുമ്പോൾ എന്താണ്? മഴവെള്ളം ഇറങ്ങാതെ മഴവെള്ളം എന്താണ്? മഴവെള്ളം ഇങ്ങനെ ഒലിച്ച് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നുണ്ട്. കുന്നിടിക്കുന്നത് മൂലം മരങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മളൊരു എന്താണ്? കാട് ഉണ്ടാവണമെങ്കിൽ എത്രയോ വർഷങ്ങൾ എടുക്കും അല്ലേ? അപ്പോൾ നമ്മൾ എത്ര നേരം കൊണ്ടാണ് ഒരു കാട് നശിപ്പിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ പ്രകൃതിയെ ഒരുപാട് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഇങ്ങനെ കുന്നൊക്കെ ഉണ്ടെങ്കിൽ മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ നശിപ്പിക്കുമ്പോൾ നമ്മുടെ ആവാസവ്യവസ്ഥ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മുടെ ആവാസവ്യവസ്ഥ തകരുന്നുണ്ട്. ജീവികൾക്ക് വാസസ്ഥലം നഷ്ടപ്പെടുന്നു. ജീവികളുടെ ഭക്ഷണം കുറയുന്നു. അതോടൊപ്പം എന്താണ്? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അജീവീയ ഘടകങ്ങളുടെ ലഭ്യതയും കുറയുന്നു. നമുക്കറിയാം, ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇവ ഓരോന്നും നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും ആർക്കാണ്? നമുക്കാണ് ഉള്ളത്. അപ്പോൾ മനുഷ്യന്റെ ഇടപെടൽ ആവാസവ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭങ്ങളെയൊക്കെ നമ്മൾ എന്തോ ചെയ്യണം? ഇതിനെയൊക്കെ നമ്മൾ പ്രതിരോധിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.